സുഹൃത്തുക്കളെ, പരിശുദ്ധമായ ഖുർആനിലെ കുറച്ച് സൂറത്തുകളുണ്ട്. അതിങ്ങനെ ദിനേന ഓതിപ്പോരുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ് അല്ലെങ്കിൽ പ്രൊഫിറ്റ്സ്, മെച്ചങ്ങൾ, ഭയങ്കര മെച്ചങ്ങളാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന സൂറത്തുകളൊക്കെ ജീവിതത്തിൽ പതിവാക്കി പോരുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കും. കാണുമ്പോൾ ഒരു സന്തോഷമാണ്. റബ്ബ് സ്വീകരിക്കട്ടെ. ഒന്ന്, സൂറത്തുൽ മുൽക്ക്. ആരെങ്കിലും ദിനേന ഈ സൂറത്ത് പതിവാക്കി പോരുന്നവരുണ്ടെങ്കിൽ നാളെ ഖബറെന്ന ലോകത്ത്, കൂരിരുട്ടു നിറഞ്ഞ ഏകാന്തവാസ ലോകത്ത്, ആരുമില്ലാതെ നാം തനിച്ചുറങ്ങുന്ന ആ രാത്രിയിൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ സൂറത്തുൽ മുൽക്ക് വരുമെന്നാണ്. മറ്റൊന്ന് ആയത്തുൽ കുർസിയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്നുകൊണ്ട് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ 2 ആയത്തുകൾ. ഈ ഒരു ആയത്ത് നിർബന്ധിതമായ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരാൾ പതിവാക്കുകയാണെങ്കിൽ നിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ മറയായി കിടക്കുന്നത് മരണം മാത്രമാണ് എന്നുള്ളതാണ്. അതായത് നീ മരണപ്പെട്ടാൽ നിനക്ക് സ്വർഗത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഒരു വഴിയാണ് നിർബന്ധിതമായ നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി സ്ഥിരമായി പതിവാക്കുക എന്നുള്ളത്. അതുപോലെ ഈ ആയത്തുൽ കുർസിക്ക് തന്നെ മറ്റൊരു നേട്ടവുമുണ്ട്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയിട്ട് കിടന്നുറങ്ങിയാൽ രാവിലെ വരെ അത് ഓതിയ വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, രാത്രിയിലുള്ള എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ആ വ്യക്തിയെ സംരക്ഷിക്കാൻ ഒരു മലക്കിനെ സെപ്പറേറ്റ് ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹു പ്രൊട്ടക്ഷനായി നിർത്തുമെന്നും ഹദീസിൽ കാണാൻ സാധിക്കുന്നു. മറ്റൊന്ന് സൂറത്തുൽ ബഖറയാണ്. വളരെ ദൈർഘ്യമേറിയ വലിയൊരു സൂറത്താണ്. ഇത് ഓതുന്നവരുടെ വീട്ടിൽ പൈശാചികമായ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ എല്ലാം തരണം ചെയ്യാൻ, കാവൽ നൽകാൻ സൂറത്തുൽ ബഖറക്ക് സാധിക്കുമെന്നാണ്. മറ്റൊന്ന് ഖുർആനിൻ്റെ അവസാനമുള്ള സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, ചെറിയ ചെറിയ 3 സൂറത്തുകളാണ്. ഈ 3 സൂറത്തുകൾ ഒരാൾ രാവിലെയും വൈകുന്നേരവും 3 തവണ വെച്ചിട്ട് സ്ഥിരമായി ഓതിപ്പോരുന്ന വ്യക്തിയാണെങ്കിൽ അവൻ്റെ എല്ലാ ദിവസത്തെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഷെറുകൾ, തിന്മകൾ, ഒരു വ്യക്തിക്ക് വിഷമമുണ്ടാക്കുന്ന എല്ലാവിധ കാര്യങ്ങളിൽ നിന്നും അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അവനെ സംരക്ഷിക്കാൻ ഈ 3 സൂറത്തുകൾക്ക് സാധിക്കുമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കുന്നു. സൂറത്തുൽ ഇഖ്ലാസിന് ഇനിയും ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. ഒരാൾ 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഒരു ഖുർആന് മുഴുവനായി ഓതിയ പ്രതിഫലം കിട്ടുമെന്ന് ഹദീസിൽ കാണപ്പെടുന്നു. ഒരാൾ 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവൻക്കൊരു കൊട്ടാരം തന്നെ, ഒരു ഖസർ, ഒരു കൊട്ടാരം പടച്ച റബ്ബ് സ്വർഗത്തിൽ പണിയുമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കുന്നു. ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ആ ഒരു ദിവസത്തിൽ അവൻ്റെ ജീവിതത്തിൽ ഭയങ്കര ബർക്കത്തും ഐശ്വര്യവും ഉണ്ടാവുമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കുന്നു. ഇത്തരം ഒരുപാട് ശ്രേഷ്ഠതകളും പവിത്രതകളും നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. മറ്റൊന്ന് സൂറത്തുൽ കഹ്ഫാണ്. ഒരാൾ വെള്ളിയാഴ്ച ദിനത്തിൽ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ ഈ വെള്ളി മുതൽ അടുത്ത വെള്ളിയിലെ ജുമുഅ ആകുന്നത് വരെ അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രകാശം പടച്ച റബ്ബ് നൽകുമെന്നാണ്. അതുപോലെ തന്നെ ഇതിന് നേരെ മുമ്പ് കഴിഞ്ഞു പോയ വെള്ളി മുതൽ ഈ വെള്ളി വരെ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദോഷങ്ങൾ പൊരുത്തപ്പെട്ടു തരാനും സൂറത്തുൽ കഹ്ഫ് കാരണക്കാരനായി തീരുമെന്നും ഹദീസിൽ കാണപ്പെടുന്നു. മറ്റൊന്നാണ് സൂറത്തുൽ വാഖിയ. സൂറത്തുൽ വാഖിയ സ്ഥിരമായി പതിവാക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ദാരിദ്ര്യം, പോവർട്ടി, ഫഖർ, ഒരാളെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട ഒരു സാഹചര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ, അതായത് ഈ റിസ്ക് പടച്ച റബ്ബ് എഴുതപ്പെടുമെന്നാണ്. നിനക്കാവശ്യമായ നിൻ്റെ ജീവിതത്തിനെ ഐശ്വര്യമാക്കുന്ന രീതിയിലുള്ള സമ്പത്ത്, റിസ്ക്, ഭക്ഷണം, എല്ലാ കാര്യങ്ങളും പടച്ച റബ്ബ് കൃത്യമായി തയ്യാറാക്കാൻ ഒരു കാരണക്കാരനായി തീരുന്നൊരു സൂറത്താണ് സൂറത്തുൽ വാഖിയ. മറ്റൊന്ന് സൂറത്തുർ റഹ്മാനാണ്. എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടാവുമ്പോൾ, ഒറ്റക്കാണ് എന്നുള്ളൊരു ഫീലൊക്കെ വരുമ്പോൾ സൂറത്തുർ റഹ്മാനൊക്കെ ഒന്നൊരു തോതി നോക്കി. ഒറ്റക്കല്ല, എത്രയോ അനുഗ്രഹങ്ങൾ, കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ റബ്ബ് കോരിച്ചൊരിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നൊരു സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. ഇനിയുമുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ ഓരോ സൂറത്തിനും എണ്ണമറ്റ പ്രതിഫലമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഖുർആന് പതിവാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അതുപോലെ ഈ ഒരു അറിവ് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്കിനി ഓതാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എത്തിച്ചു കൊടുത്തൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ഒരു സൂറത്തുകളൊക്കെ പതിവാക്കി പോരുകയാണെങ്കിൽ അതിനൊരു കാരണക്കാരനായി തീർന്ന് നിങ്ങൾക്കും അവനോ അവളോ ചെയ്ത അതേ പ്രതിഫലം കിട്ടുമെന്നാണ് ഇസ്ലാമിൻ്റെ മാനദണ്ഡം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.